വെൽക്കം ബാക്ക് ടു AK റിവ്യൂ ചാനലിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കും വനിതയിലാണ് ലാലേട്ടൻ്റെ തുടരുന്ന സിനിമ കാണാൻ ഫസ്റ്റ് ഷോക്ക് കാണാൻ വന്നിരിക്കുകയാണ്. 10 മണിക്കത്തെ ഷോന്. സ്ക്രീൻ 2-ലാണ്. ഉച്ചയ്ക്ക് അഭിപ്രായം വരുന്നതായിരിക്കും. അതുവരെയും വെയിറ്റ്. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് അങ്ങനെ തുടരും എന്ന സിനിമ കണ്ടു കഴിഞ്ഞ് വീഡിയോയുടെ കുറച്ച് ലേറ്റായി പോയി എന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണം വേറൊന്നുമില്ല, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പം സിനിമയുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബിഗ് താങ്ക്സ് ടു തരുൺ മൂർത്തി സാർ ഫോർ മേക്കിംഗ് ദിസ് വണ്ടർഫുൾ ഫിലിം. എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല. ഒപ്പം ദൃശ്യം നേരെന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ ഏറ്റവും ഹൈ സാറ്റിസ്ഫൈഡായി ഒരു മൂവി തുടരും. എൻ്റെ പൊന്നോ, നമ്മൾ ഒരു ഫാമിലി പടം എന്ന് വിചാരിച്ച് കയറിയത് അത് തന്നെയാണ്. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയോ കുറച്ച് സസ്പെൻസൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച വൗ ഫാക്ടേഴ്സ് എന്താ അതൊക്കെ തന്നെ അതിൻ്റെ ഇരട്ടിയിലായിരുന്നു പടം കണ്ടപ്പോൾ. സൂപ്പർ മൂവി. ശരിക്കും ദിസ് ഇസ് ദ റിയൽ കം ബാക്ക് ഓഫ് ലാലേട്ടൻ. ഇതാണ് ലാലേട്ടൻ്റെ ഗംഭീര തിരിച്ചു വരവ്. ഇതാണ് എമ്പുരാനെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഇതാണ് സിനിമ. തരുൺമൂർത്തിയുടെ പക്കാ ഫാൻ ബോയ് പടം. എന്നുപരി നല്ല ഇമോഷണലും അത്യാവശ്യം നല്ല സസ്പെൻസും ത്രില്ലിങ്ങോട് ത്രില്ലടിച്ച ഒരു മൂവി. ഭയങ്കര സംതൃപ്തി വന്നു എനിക്ക് സിനിമ മുഴുവൻ കണ്ടപ്പോൾ. എമ്പുരാനിൽ നമുക്ക് മിസ്സിങ് ആയി പോയ ചില ഫാക്ടേഴ്സ് നമുക്ക് കുറച്ച് തോന്നിയ നെഗറ്റീവിൽ ഈ പടത്തിൽ ഒരു നെഗറ്റീവ് എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. ഈ അടുത്ത രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര ഹൈ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു മറ്റൊരു ഫിലിമായിരുന്നു ഈ കൊല്ലത്ത്. ഒന്നും പറയാനില്ല. ദിസ് ഈസ് ദ ബെസ്റ്റ് മൂവി എവർ ഐ വാച്ച് ദിസ് 2025. ഒന്നും പറയാനില്ല. സിനിമ നല്ലൊരു ഗംഭീര തുടക്കം ഒന്ന് സിനിമ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോയി നല്ലൊരു അത്യാവശ്യം കോമഡിയും ഫാമിലി എലമെൻസൊക്കെ കൂടി വളരെ നന്നായി കണക്ട് ചെയ്ത് നല്ലൊരു അടിപൊളി ആദ്യ പകുതി. ഇൻ്റർവെല്ലൊക്കെ എടുക്കുമ്പോൾ സിനിമ വേറെ ട്രാക്കിലേക്ക് പോകുമായിരുന്നു. എൻ്റെ പൊന്നൊന്നും രക്ഷയില്ല. ലാലേട്ടൻ്റെ ഒരു പക്കാ എനർജറ്റിക് പെർഫോമൻസ്. ആ പഴയ ലാലേട്ടൻ നമുക്ക് കാണാൻ കഴിഞ്ഞു സിനിമയിൽ. കുറേ കാലത്തിന് ശേഷം ലാലേട്ടന് വിൻറ്റേജ് മോഹൻലാൽ ഈസ് ബാക്ക്. ഇതാണ് യഥാർത്ഥ തിരിച്ചു വരവ്. എന്താ പറയുക. ഇൻ്റർവെൽ കിടന്ന് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ കൊല്ലുന്നൊരു മാതിരി നമ്മളൊക്കെ ഒരു വേറെ സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ അങ്ങ് അഴിഞ്ഞാടിയ സീൻ ഇടുന്നുണ്ട്. എൻ്റെ പൊന്നോ, കൂടുതൽ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ലേ. ഈ പടത്തിൻ്റെ റെസ്പോൺസ് എല്ലായിടത്തും ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. ഒരിടത്തും നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എങ്ങനെ വരേണ്ടിയിരിക്കും? അത്രയും ഗംഭീരോ. ഈ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ ഒന്നുമില്ല. ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് പറയാൻ ഫുൾ പോസിറ്റീവാണ്. മേക്കിംഗ് ആണെങ്കിൽ, ടെക്നിക് സൈഡാണെങ്കിൽ, സ്ക്രിപ്റ്റ് ആണെങ്കിലും, പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും മികച്ച ഡയറക്ഷൻ. തരുൺമൂർത്തിയുടെ ഡയറക്ഷൻ എല്ലാം കൊണ്ടും മികച്ചതെന്ന് പറയാം. അതുപോലെ ലാലേട്ടനും ശോഭന ചേച്ചിയും കുറേ നാൾക്ക് ശേഷം അവർ കോമ്പോ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ വളരെ നന്നായിട്ട് എനിക്ക് കണക്ട് ചെയ്തു. ഭയങ്കര ഒരു തരുൺമൂർത്തി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കുറച്ച് ദൃശ്യം പോലത്തെ ഒരു പടമാണ്. അത് തന്നെ കുറച്ച് ദൃശ്യം പോലെ, പിന്നെ കുറച്ച് ഒപ്പം ഫീൽ ചെയ്തത്. അങ്ങനത്തെ കൂടുതൽ ഞാൻ പറയുന്നില്ല. എല്ലാത്തിനും എല്ലാം കൊണ്ടൊരു മിക്സഡായിട്ട്, പക്ഷെ വളരെ ഗംഭീരമായിട്ട് എടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സെക്കൻഡ് ഹാഫ് നല്ല കയ്യടി നേടിയ ഏറ്റവും കിടില സെക്കൻഡ് ഹാഫ്. പിന്നെ ക്ലൈമാക്സ് എടുക്കുന്ന 30 മിനിറ്റ് വേറെ ലെവല്. ക്ലൈമാക്സ് എടുക്കുമ്പോൾ എൻഡിങ്ങിലേക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടാണ് സിനിമ അവസാനിപ്പിച്ചത്. ആ ഇമോഷണൽ സീൻസ് കണ്ടപ്പോൾ സത്യം പറയാം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇപ്പോഴും ആ സീനും എനിക്ക് ഓർമ്മയുണ്ട്. മോഹൻലാൽ എന്ന ആ പേര് സ്ക്രീൻ കാണിച്ചപ്പോൾ കിട്ടിയ കയ്യടി എന്താ അല്ലേ. ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയിൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടനും ശോഭന ചേച്ചി പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
എനിക്ക് ക്ലൈമാക്സ് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊരുക്കിയ അവസ്ഥയായിരുന്നു. എനിക്ക് കണ്ണ് നിറഞ്ഞു. എനിക്ക് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്തു ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ. ഒന്നും പറയാനില്ല. നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ എമ്പുരാനൊക്കെ ഒന്നുമില്ല. ഇതാണ് പടം. എന്ത് രസമായിട്ട് എടുത്തു വെച്ചേക്കണം. ഒരു മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയണം. ഫാമിലി ആയിട്ടാണെങ്കിലും ഫാമിലിക്കും പിന്നെ ഫാൻസിനും ഒക്കെ ഒരുപാട് കാണാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും മിക്സഡ് എല്ലാം ചേരുവകൾ ചേർത്തിട്ടുണ്ട് ഈ സിനിമയിൽ നന്നായിട്ട്. അത് ഒന്നിനൊന്നും മികച്ചതെന്ന് പറയാം. എനിക്ക് മൊത്തത്തിൽ ഈ പടം കാരണം ലാലേട്ടൻ്റെ ഈ അടുത്ത് കണ്ടതിലെ മികച്ച സിനിമ എന്ന് പറയും ഞാൻ. എനിക്ക് മൊത്തത്തിൽ സംതൃപ്തി. ഒരു ഇഞ്ച് ലാഗ് പോലും എനിക്ക് തോന്നിയില്ല ഈ പടം കണ്ടിട്ട്. മൊത്തം ഒരു ഇഞ്ച് ലാഗ് തോന്നിയിട്ടില്ല. ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ ഒരുമാതിരി കിളി പോയ അവസ്ഥയായിരുന്നു ഇൻ്റർവെലായപ്പോൾ. പിന്നെ സെക്കൻഡ് ഹാഫ് നമ്മൾ എന്താണ് ഒരു ഹോപ്പ് കൊടുത്ത അതിൻ്റെയൊക്കെ ഇരട്ടിയായിരുന്നു സിനിമ. ഒന്നും പറയാനില്ല ഈ സിനിമ. പിന്നെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ള വെച്ചാൽ ഈ സിനിമയുടെ ഹൈപ്പ് വളരെ കുറവായിരുന്നു. അത് ഈ സിനിമയ്ക്ക് 100% ഗുണം ചെയ്തു എന്ന് പറയാം. മറിച്ച് ഇതിന് ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹൈപ്പിന് എത്തിയില്ല എന്ന് പറഞ്ഞ് ചിലണത്തിൽ നെഗറ്റീവ് അടിച്ചാണ്. കാരണം എമ്പുരാന് നല്ല ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഹൈപ്പിനൊത്ത് സിനിമ എത്തിയില്ല എന്ന് വേറെ ചിലർ ചുമ്മാ കിടന്ന് പറയുന്നുണ്ട്. എമ്പുരാൻ നല്ല സിനിമയാണ്. എമ്പുരാൻ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. പക്ഷേ ഇതൊരു മികച്ച സിനിമയാണ്. എമ്പുരാനേക്കാളും തൊട്ട് മുകളിൽ മികച്ച സിനിമ എന്ന് ഞാൻ എടുത്ത് പറയും. തുടരും ഈ അടുത്ത് കണ്ട ലാലേട്ടൻ്റെ ഈ കണ്ട പടത്തിൽ കണ്ണ് നിറഞ്ഞ് ഇറങ്ങി വരുന്ന സിനിമ ഉറപ്പാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇതിൻ്റെ അവസാനിച്ചപ്പോൾ. ഒന്നും പറയാനില്ല. രണ്ട് കാര്യത്തിൽ. ഒന്ന് ആ സീനിൽ ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടും പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാൻ പറ്റുമോ, ഈ BGM മ്യൂസിക്, ജെയ്സ് ബിജോയുടെ BGM മ്യൂസിക്കും വേറെ ലെവലിൽ എടുത്ത് പറയാം. ഒന്നും പറയാനില്ല. ഭയങ്കര ഫീലായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ ഒരു ഫീൽ ഗുഡ് എന്ന് ഉപരി നല്ലൊരു ഇമോഷണൽ ആൻഡ് സസ്പെൻസ് ഡ്രാമ എന്ന് പറയാം. അത്രേ ഉള്ളൂ. മസ്റ്റാണ്. ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് പോയി ഈ അവധിക്കാലത്ത് ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ പറ്റിയ ബെസ്റ്റ് മൂവിയാണ് ഇത്. ബെസ്റ്റ് ഫിലിം. എനിക്ക് ഭയങ്കര ഹൈ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഈ സിനിമ മൊത്തം കണ്ടപ്പോൾ. ഇന്നത്തെ ദിവസം ഞാൻ മറക്കില്ല. ലാലേട്ടൻ്റെ ഏറ്റവും നല്ല ശക്തമായ തിരിച്ചു വരവ് വന്ന ദിവസം ഇതാണ്. ദിസ് ഈസ് ദ റിയൽ കം ബാക്ക് ഓഫ് ലാലേട്ടൻ. അത്രേ ഉള്ളൂ. മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ മൊത്തം കണ്ടപ്പോൾ. സൂപ്പറാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ അടിപൊളി ഫിലിമാണ്. നല്ല ഇമോഷണലി കണക്ട് ചെയ്യും നന്നായിട്ട് ഈ പടം. പിന്നെ ഈ വീഡിയോ ഇടാൻ വിട്ടുപോയെന്ന് വെച്ചാൽ വേറെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ്. ബർത്ത്ഡേയുടെ ഇന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാമെന്ന് കൂടെ ഇരിക്കാമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യണം ഇപ്പോൾ. അതാണ് ഇന്ന് വീഡിയോ ഇടാൻ ലേശം വൈകി. അവിടെ നിന്ന് വനിതയിൽ ഞാൻ പോയി കണ്ടത് സിനിമ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ കുറച്ച് ലേറ്റായി. അതാണ് വീഡിയോ ഇടാൻ വൈകിയത്. സോറി. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാം. ഇത് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ. പിന്നെ ഈ വേറെ കാര്യം പറയാം. ഈ സിനിമയെ ചുമ്മാ വെറുതെ നെഗറ്റീവ് അടിച്ച് സ്പോയിൽ ചെയ്യാൻ ചിലവന്മാർ ശ്രമിക്കും. അത് ഡോണ്ട് മൈൻഡ് ഇറ്റ്. കാരണം ഈ പടത്തിന് എവിടെയും നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എല്ലായിടത്തും ഹെവി പോസിറ്റീവാണ് കിട്ടിയത്. ഈ അടുത്ത കണ്ടതിൽ ലാലേട്ടൻ്റെ ഏറ്റവും ഒരു ഗംഭീര സിനിമ, ഒരു മികച്ച സിനിമ എന്ന് ഞാൻ എടുത്ത് പറയും. അത്രേ ഉള്ളൂ. തുടരുന്നു മൂവിന്ന് സിനിമ. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5 തന്നെയാണ്. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയ്ക്കും